നോക്കൂ നോക്കൂ. അമ്പലത്തിൽ പോവാണ്. നാളെയാണ് എന്റെ ചേച്ചിയുടെ, ഇന്നാണ് ചേച്ചിയുടെ പിറന്നാള്. നാളെ കേക്ക് കട്ടി. നാളെ സെലിബ്രേഷൻ. നാളെ പുറത്ത് പോയി കേക്ക് കട്ടി. എന്നിട്ട് പിന്നെ ഇന്ന് അമ്പലത്തേക്ക്. ഡ്രസ് നല്ല ബാർബീസിന്റെ അല്ലയോ? ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഞങ്ങളിവിടെ അടിപൊളിയായിരിക്കുന്നു കേട്ടോ, ഹാപ്പി ആയിരിക്കുന്നു. ഇന്ന് നമുക്കൊരു കുഞ്ഞു ടെമ്പിൾ വ്ലോഗ് കണ്ടാലോ? എനിക്ക് തീരെ കോൺഫിഡൻസ് പോരാ, ഞാൻ എങ്ങനെയൊക്കെയോ എടുത്തു വെച്ച വീഡിയോ ആണ്. പിന്നെ ഞാൻ ആദ്യമേ ഒരു കാര്യം പറയട്ടെ, ഞാൻ ആദ്യമേ സോറി പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. കാരണം ഇത് ഒരുപാട് ലേറ്റായി, ഞങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റായി. അദ്വികയുടെ പിറന്നാളിന് എടുത്തു വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ. ഒരുപാട് ലേറ്റായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബർത്ത്ഡേ ഉണ്ടായിരുന്നത് ഓഗസ്റ്റിലായിരുന്നു, ഇതിപ്പം ഓൾമോസ്റ്റ് നവംബർ ലാസ്റ്റായി. അപ്പം ഞാൻ ഒരു സോറി പറഞ്ഞുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. പിറന്നാളായതുകൊണ്ട് തന്നെ ഗ്രാൻഡായിട്ടുള്ള സെലിബ്രേഷനൊക്കെ വേണ്ടാന്ന് വെച്ചു, ഡേറ്റ് ഓഫ് ബർത്തിന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഇന്ന് സിമ്പിളായി നമ്മളൊരു കുഞ്ഞു സദ്യയൊക്കെ ഉണ്ടാക്കി, അതിനുശേഷം വൈകുന്നേരം ജാലഹള്ളിയുള്ള അയ്യപ്പ ടെമ്പിളിൽ ഒന്ന് പോയിട്ട് തൊഴുതു വരാമെന്ന് വിചാരിച്ചു. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള അമ്പലമാണ് കേട്ടോ. നമ്മളെ നാട്ടിൽ ഗുരുവായൂർ എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ ഞങ്ങളുടെ ഒരു കുഞ്ഞു ഗുരുവായൂരാണ്. ഞങ്ങൾക്ക് ഗുരുവായൂർ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു കൃഷ്ണനല്ല പ്രതിഷ്ഠ, ശാസ്താവാണ്, അയ്യപ്പനാണ് പ്രതിഷ്ഠ. പക്ഷേ എനിക്ക് ഗുരുവായൂരിലൊക്കെ പോയി വരുന്നൊരു ഫീലാണ്. കറക്റ്റ് കേരള വൈബാണ് അവിടെ. എനിക്ക് അവിടെ പോയാലാണ് തൊഴുതു എന്ന് തോന്നുള്ളൂ. ബാക്കി അമ്പലങ്ങളിലൊന്നും ഞങ്ങളങ്ങനെ പോകാറില്ല. അവിടെ പോയാൽ നമുക്ക് നമ്മളെ നാടും പച്ചപ്പും ഹരിതാപയൊക്കെ ഓർമ്മ വരും. പക്ഷേ ഉള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരുപാട് ദൂരെയാണ്. ഇവിടുത്തെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ എത്തുമ്പോഴേക്കും ഒരുപാട് ലേറ്റാവും. അതുകൊണ്ടാണ് ഞങ്ങൾ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി പോകുന്ന സമയത്ത് മോർണിംഗ് ടൈമൊന്നും പ്ലാൻ ചെയ്യാത്തത്. ഇവിടുന്ന് ഞങ്ങൾ റെഡിയായി മക്കളെയൊക്കെ റെഡിയാക്കി അവിടെ എത്തുമ്പോഴേക്കും ഒരുപാട് ലേറ്റാവും. അതുകൊണ്ട് തന്നെ ദീപാരാധന തൊഴാനുള്ള പ്ലാനിലാണ് ഞങ്ങൾ. ആ സമയത്തേക്കാണ് പ്ലാൻ ചെയ്ത് പോവാറ്. ഇത് അനു പിസ്സ വേണമെന്നും പറഞ്ഞ് എൻ്റെ ചെവിയിൽ വന്ന് സംസാരിക്കുന്ന കേട്ടോ. അമ്പലത്തിൽ പോകുമ്പോഴേ പിസ്സ കഴിക്കണമെന്ന് ചോദിച്ച് ഞങ്ങൾ അവളെ കളിയാക്കുന്നതാണ് കാണുന്നത്. അവൾക്ക് ബോറടിച്ച് തുടങ്ങി, അവളിങ്ങനെ ഓരോരോ കാര്യങ്ങൾ കൊണ്ട് വരും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് വാശി പിടിക്കാനും കരയാനൊക്കെ തുടങ്ങും. അപ്പോൾ കരയിപ്പിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണിതൊക്കെ. ചാച്ചി സ്റ്റാർട്ടായി. ഇതാണ് നമ്മളുടെ ജാലഹള്ളി അയ്യപ്പ ടെമ്പിൾ. ഈ ഏരിയ കണ്ടില്ലേ, ഒരു കുഞ്ഞു കേരളമായിട്ട് ഫീൽ ചെയ്യുന്നില്ലേ? എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾ പറ്റുന്ന സമയം മുഴുവൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് ഇവിടെ വരാനായിട്ട്. എന്തൊരു പോസിറ്റീവ് ഫീലാണല്ലേ, അമ്പലവും ദീപങ്ങളും എല്ലാം ആയിട്ട്. ഇതിന് ബാക്ക്ഗ്രൗണ്ടായിട്ട് നല്ല ചെണ്ടമേളം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വോയിസ് കട്ട് ചെയ്യേണ്ടി വന്നു. കാരണം കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ട് ചെണ്ടമേളം ഞാൻ തൽക്കാലത്തേക്ക് ഒഴിവാക്കി. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി തൊട്ടടുത്തൊരു മലയാളിക്കട ഉണ്ട്, അവിടുന്ന് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ച് തിരിച്ചു പോവാണ്. അമ്പലത്തിൻ്റെ ഉള്ളിൽ ഫോട്ടോഷൂട്ടും ഒന്നും അലൗഡ് അല്ല, ഫോട്ടോസൊന്നും എടുത്തുകൂടാ. അപ്പോൾ പിന്നെ ഞാൻ ദീപം കത്തിച്ച് ആ സൈഡ് മാത്രം, അവിടെ മാത്രം കുറച്ച് ഫോട്ടോസും വീഡിയോസും. പിന്നെ നിങ്ങൾ കണ്ടത് അയ്യപ്പ ടെമ്പിളിലെ ഓഡിറ്റോറിയമാണ്. അവിടെ വെച്ച് അരങ്ങേറ്റങ്ങളും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്, ഡാൻസ് പ്രോഗ്രാംസും ഒക്കെ നടക്കാറുണ്ട്. ഞങ്ങൾ ഇടയ്ക്ക് ഇതുപോലെ അത് ഇരുന്ന് കാണാൻ ശ്രമിക്കാറുണ്ട്. പിസയ്ക്ക് വേണ്ടി കരഞ്ഞ ആളെ ഞങ്ങൾ പഴംപൊരി കൊടുത്ത് ഒതുക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണെന്നറിയില്ല, പിസയുടെ കാര്യം മറന്നു തോന്നുന്നു. അതുകൊണ്ട് തൽക്കാലം ഒരാശ്വാസം.
ഹൗസ് സ്റ്റേഷനാണ് കേട്ടോ അത്. പണ്ട് എൻ്റെ മുത്തശ്ശനും അമ്മമ്മയും അമ്മ അച്ഛൻ ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ താമസിച്ചിരുന്ന സ്ഥലമാണ് ഇവിടെ. പിന്നെ ആ സമയത്ത് ഞങ്ങൾ എപ്പോഴും വന്നുകൊണ്ടിരുന്ന അമ്പലമാണിതെന്ന് കഴിഞ്ഞ പ്രാവശ്യം അമ്മ വന്നപ്പോൾ പറഞ്ഞു. അപ്പോൾ ആ അമ്പലം എൻ്റെ ഓർമ്മയിലില്ല, പക്ഷേ ഞാൻ ആ റോഡിലൂടെയൊക്കെ നടന്ന ഓർമ്മ, മുത്തശ്ശൻ്റെ അമ്മമ്മയുടെ കൂടെ ഒക്കെ നടന്ന ഓർമ്മ എനിക്കുണ്ട്. അങ്ങനെ അതാണോ എന്താണെന്നറിയില്ല, ഈ സ്ഥലത്തിനോട് എനിക്ക് വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റാണ്. കല്യാണമൊക്കെ കഴിഞ്ഞ് കറക്റ്റ് ഈ ഏരിയയിൽ തന്നെ, യലഹങ്ക ഏരിയയിൽ തന്നെ വരാനും ഒക്കെ ഇവിടെ താമസിക്കാനും വീണ്ടും ആ ടെമ്പിളൊക്കെ വിസിറ്റ് ചെയ്യാനും അവിടെ പോകാനും ഒക്കെയുള്ള ഭാഗ്യമുണ്ടായി. ഇന്ന് ബർത്ത്ഡേ ആണ്, ഇന്ന് പിറന്നാള്. നാളെ ഡേറ്റ് ഓഫ് ബർത്ത്. ഞാൻ പുറത്ത് പോയി ചേച്ചിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ. അത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ട് എന്നെ കാണിച്ചു തരാം. ഞങ്ങൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ട് നാളെ കാണിച്ചു തരാം. അത് ഞങ്ങൾ സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ട് ഞങ്ങൾ നല്ല കാണിച്ചു തരാം. സബ്സ്ക്രൈബ് ചെയ്യതേ. അപ്പാർട്ട്മെൻറ്റിൽ ആസ് യൂഷ്വൽ പ്രോഗ്രാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാൾസൊക്കെ ഓപ്പണാണ്. അപ്പോൾ ഞങ്ങൾ സ്ട്രെയിറ്റ് തിരിഞ്ഞു പോകേണ്ട ഞങ്ങൾ നേരെ സ്റ്റാളിന് നേരെ വരികയാണ്, സ്വാഭാവികം. അപ്പോൾ ഇനി അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കഴിച്ച് പതുക്കെ വീട്ടിലേക്ക് പോവുള്ളൂ. അപ്പം പിന്നെ ഇവിടെ എന്ത് പ്രോഗ്രാമാണ് നടക്കുന്നതെന്ന് കൂടി നോക്കണം. ഇവിടെ അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ, എപ്പോഴും എന്തെങ്കിലും പ്രോഗ്രാംസ് ഇവിടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഭയങ്കര ലൈവാണ്. ആ സമയത്തൊക്കെ സ്റ്റാളും ഉണ്ടായിരിക്കും. അതാണ് ഏറ്റവും സന്തോഷം. പിന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല നാട്ടിൽ നിന്നുള്ള ആൾക്കാരല്ലേ, അപ്പം അവരുടെയൊക്കെ ആഘോഷങ്ങൾ യാതൊരു ഇടതടവും ഇല്ലാതെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കും സന്തോഷം. നമുക്കിതിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അങ്ങനെ ഓരോ സ്ഥലത്തെ ആൾക്കാർ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ നോർത്ത് ഇന്ത്യൻസിൻ്റെയൊക്കെ പ്രോഗ്രാം ആണെങ്കിലും നമുക്ക് വേണമെങ്കിൽ പിള്ളേർക്കൊക്കെ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. അവർക്ക് സന്തോഷമേ ഉള്ളൂ. അതുപോലെ ഓണം സെലിബ്രേഷനൊക്കെ നടക്കുകയാണെങ്കിൽ അവരും വരും കാണാനോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് അവരും വരും. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ അപ്പാർട്ട്മെൻറ്റ്. നല്ലൊരു ലൈവ്ലി പ്ലേസാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു ഹിഡൻ ജെമ്മാണ് കേട്ടോ. ഇപ്പോഴാണ് ഇവിടെ ഇങ്ങനെ തിരക്കും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ വന്ന സമയത്ത് ഇത്രയും ഫാമിലീസൊന്നും ഇതിനകത്തില്ലായിരുന്നു. ഇപ്പോൾ നോർത്ത് ബാംഗ്ലൂർ ഡെവലപ്പായോണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരുപാട് ഇപ്പം ഇവിടെ അപ്പാർട്ട്മെൻറ്റ്സൊക്കെ സെയിൽ നടക്കുന്നുണ്ട്. നല്ല കിടു വൈബാണ് കേട്ടോ. ഞാനെപ്പോഴും പറയാം, ഒരു കുഞ്ഞു സ്വർഗ്ഗമാണെന്ന് പറയും. ആരും കാണാതെ കിടക്കുന്ന ഒരു കുഞ്ഞു സ്വർഗ്ഗമാണിതെന്ന് ഞാനെപ്പോഴും പറയും. ഈ പ്രോഗ്രാമിൻ്റെ ഒന്നും ഓഡിയോ ഞാൻ കൂടെ ആഡ് ചെയ്യുന്നില്ല കേട്ടോ, കാരണം കോപ്പിറൈറ്റ് സ്ട്രൈക്കിനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എനിക്കിതിൻ്റെ ഓഡിയോയും കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു പ്രോഗ്രാമൊക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ലോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ. Please subscribe and share. Keep watching. Thank you so much for supporting me.